ഇത് ഇന്ന് പുതുതായിട്ട് കിട്ടിയ ഒരു പൂച്ചക്കുഞ്ഞാണ്. അപ്പോൾ ഇതിൻ്റെ അമ്മ ഇവിടെയൊക്കെ വരും. വന്നിട്ട് ഇവിടെ ഇപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പ്രസവിച്ച് കിടന്ന് 2 കുഞ്ഞുങ്ങളുണ്ട്. അതിൽ നിന്ന് വെറുതെ ഇന്ന് ഒന്നിനെ എടുത്തുകൊണ്ട് വരാമെന്ന് വെച്ചു. ഇവിടെ നമുക്ക് പൂച്ചയെ വളർത്താൻ പറ്റത്തില്ല. പൂച്ചയെ വളർത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ പട്ടിയൊക്കെ ഇഷ്ടമല്ല, അത് കൊല്ലും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെയും പൂച്ചയെ വളർത്തിയിട്ടില്ല. ആദ്യം ഇവിടെ നമ്മൾ വീട് വെച്ച് താമസിക്കാൻ വരുന്ന സമയത്ത് ആരോ ഇവിടെ ഒരു പൂച്ച ഉപേക്ഷിച്ചിരുന്നു, അതിനെ എടുത്ത് വളർത്തി. പക്ഷേ അതുമായിട്ട് ഇവർ കൂട്ടായിരുന്നു, നല്ല കൂട്ടായിരുന്നു. അതിനെ ഉപദ്രവിക്കത്തൊന്നുമില്ലായിരുന്നു. അത് ഉപദ്രവിച്ചാൽ തിരിച്ച് ഉപദ്രവിക്കാം. അവൻ്റെ പേര് മാക്രോ എന്നായിരുന്നു. ലാസ്റ്റിൽ ഒരു ദിവസം എങ്ങനെയോ പട്ടിയെ കണ്ടുപിടിച്ചത് ചത്തുപോയി. ഇവിടുത്തെ അല്ല, വേറെ വെളിയിൽ നിന്ന് കണ്ട്. പിന്നെ നമ്മൾ പൂച്ചയെ വളർത്തിയിട്ടേ ഇല്ല. ഏത് പൂച്ച വന്നാലും ഇവിടുത്തെ പട്ടികളെ ഓട്ടിക്കും. അതിനെ സൗകര്യം കിട്ടിയാൽ കടിച്ച് കൊല്ലുകയും ചെയ്യും. അപ്പോൾ അത് മേടിച്ചിട്ട് ഞാൻ പൂച്ച വാങ്ങിയത്. അപ്പോൾ ഇത് ഇപ്പോൾ എൻ്റെ മോളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. നല്ലൊരു പൂച്ചക്കുഞ്ഞ്, നല്ല വെള്ള കളറിൽ നല്ലൊരു പൂച്ചക്കുഞ്ഞ്. അതിനെ വളർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിനെ പേടിച്ചിട്ട് എനിക്ക് വളർത്തിക്കഴിഞ്ഞാൽ ഇത് മനുഷ്യരായിട്ട് വലിയൊരു സഹകരണമില്ല, അടുത്തൊന്നും ഇരിക്കുന്നില്ല. അപ്പോൾ അവരുടെ വീട്ടിൻ്റെ വെളിയിലാണ് ഇതുള്ളത്. 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഒരെണ്ണത്തിന് ഞാൻ വിചാരിക്കുന്നത് എനിക്കെടുത്ത് വളർത്തിയാൽ എന്തെന്ന് പറഞ്ഞോട് പല്ലി ശല്യമുണ്ട്, ഒന്ന് വളർത്തിയാൽ എന്തെന്നുണ്ട്. പക്ഷേ പട്ടി എങ്ങനെയാണ് ഇതിനെ പ്രതികരിക്കണേന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ കണ്ടാൽ കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ബഹളമായിരിക്കും. ആ ഒരു ഇതാണ്. ഇതിനൊരു പേരിടണമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു പേര് പറഞ്ഞു തരാൻ പറ്റുമോ? നല്ലൊരു പേരിടണം, ഇവർക്ക് ചേരുന്നൊരു പേര്. നല്ല വെള്ളപ്പാറ്റണൊക്കെ ഇരിക്കുന്ന ആളാണ്. നല്ല ഇവളാണോ ഇവനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ആണായാലും പെണ്ണായാലും നല്ലൊരു പേരിടണമെന്നുണ്ട്. പിന്നെ വളർത്തണമെന്നും ആഗ്രഹമുണ്ട്. ഇവിടുത്തെ ചേട്ടന് ഇഷ്ടമല്ല, പൂച്ചയെ ഇഷ്ടമല്ല. പക്ഷേ എങ്കിലും ഇതിനെ എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇരുന്നില്ല, പിന്നെ കയറിപ്പോയി. കണ്ടു കഴിഞ്ഞാൽ വല്ലതും പറഞ്ഞോ എന്ന് മേടിച്ചിട്ടായിരിക്കും അങ്ങനിച്ച് പോയി. അപ്പോൾ താല്പര്യമൊന്നുമില്ല. പിന്നെ നമ്മളെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചേട്ടനായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒന്നും മറുത്ത് പറഞ്ഞില്ല. സാധാരണ പണ്ടൊക്കെ മറുത്ത് പറയുമായിരുന്നു, വേണ്ടാന്ന് പറയുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒന്നും പറഞ്ഞൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതൊരു സുന്ദരി കുട്ടിയാണ്. വണ്ണമൊന്നുമില്ല കേട്ടോ. ഇതിന് ഫുഡൊന്നും കിട്ടി തുടങ്ങിയില്ല. എൻ്റെ അമ്മയുടെ പാല് മാത്രമേ ഇത് കുടിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഫുഡൊക്കെ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇത് തള്ളി കാണാതെ നിൽക്കുമെന്നും എനിക്കറിഞ്ഞൂടാ. നോക്കാം. എന്തായാലും കുറച്ച് നേരം ഇവിടെ വെച്ച് നോക്കാം. പക്ഷേ സഹകരിക്കുന്നില്ല, കൂട്ടുകൂടുന്നില്ല നമ്മളുമായിട്ട്. കൂട്ടുകൂടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ ഇത് ഒട്ടുപോലും സഹകരിക്കുന്നില്ല.